ഞാൻ തിരക്കിലായിരുന്നു റബ്ബേ, ഞാൻ തിരക്കിലായിരുന്നു റബ്ബേ. എനിക്കറിയാമായിരുന്നു പലതും. പ്രവർത്തിക്കണമെന്നറിയാം, ചെയ്യണമെന്നറിയാം, ചിലത് കാണരുത് എന്നറിയാം, ചിലത് പറയരുതെന്നറിയാം. എന്താണ് നമ്മൾ കൊണ്ടുപോവുക? അശ്ലീലതകളും തോന്നിവാസങ്ങളും വിളിച്ചു പറയുന്ന ഈ നാവും ചുണ്ടുമൊക്കെ ആളുകൾ വലിച്ചു മുറുക്കിക്കെട്ടും. തോന്നിവാസങ്ങൾക്ക് വേണ്ടി നമ്മൾ പരതിയ നമ്മുടെ കൈകളൊക്കെയും ചേർത്ത് വെക്കും. അശ്ലീലതകൾ കൊണ്ട് മതിമറന്ന് നമ്മുടെ കണ്ണുകളൊക്കെയും ആളുകൾ മൂടിവെക്കും. ആറുകാല കട്ടിലേന്തി നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മൂടുകല്ല് വെക്കുമ്പോ ദുനിയാവുമായിട്ടുള്ള അവസാനത്തെ വിളിച്ചോ മടഞ്ഞു കളഞ്ഞാൽ പിന്നെ ഖബർ എന്ന ലോകത്ത് ഞാനും നിങ്ങളും തനിച്ച. അവിടെ ഉമ്മയില്ല, ഉപ്പയില്ല, കുടുംബമില്ല, കൂട്ടുകാരില്ല, അയൽവാസികളില്ല, ഒന്നുമില്ല. ഒരു 2123 കുറിച്ച് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അന്ന് നമ്മൾ എവിടെയാണ്? നമ്മൾ ഖബറിലാണ്, സ്ഫടികം പോലെ തെളിഞ്ഞ ഖബറിൽ. അവിടെ ഉമ്മയുടെ പ്രാർത്ഥന എനിക്കില്ല എങ്കിൽ, ഉപ്പയുടെ പ്രാർത്ഥന എനിക്കില്ല എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരുടെ ചിലപ്പോ എന്റെ പേര് പോലും അന്ന് ലോകത്ത് സ്മരിക്കപ്പെടുന്നില്ല എങ്കിൽ ഞാൻ അന്ന് എന്താണ് എന്റെ ഖബർ നേടുക?